പരിപാടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ട്രെൻഡിങ്ങിൽ കളിച്ചോണ്ടിരിക്കുന്നത് ബൺ മസ്ക് അല്ലേ. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കോൾഡ് സ്റ്റോറിൽ നിന്ന് ബണ്ണ് വാങ്ങിട്ട് വരാട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാങ്ങിട്ട് വരാം. അങ്ങനെ കടയിൽ എത്തിയിട്ടാ. കടയിൽ 2-3 തരം ബണ്ണുകൾ ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റിൽ 6 ഉള്ളതുണ്ട്, ഒരു പാക്കറ്റിൽ 8 ഉള്ളതുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ഒരു പാക്കറ്റിൽ 6 ഉള്ളത് 2 പാക്കറ്റ് വാങ്ങിച്ചു കിട്ടാ. ഇതിന് 100 ഫിൽസേ വരുന്നുള്ളൂ ഇവിടെ. അങ്ങനെ അതും വാങ്ങി നേരെ റൂമിലോട്ടിട്ടാ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രത്തേക്ക് ബട്ടർ ഇട്ടുട്ടാ. പിന്നെ അതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിലെ നെസ്ലയുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് നേരെ അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച്, എന്നിട്ട് പിന്നെ രണ്ടും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. നന്നായി എത്രത്തോളം മിക്സ് ആവുന്നോ അത്രത്തോളം അടിപൊളിയായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. കുറെ നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ബ്ലെൻഡ് ആയി കിട്ടും രണ്ടും കൂടി. പിന്നെ ഇതിന്റെ ഒപ്പം ട്രെൻഡിങ്ങിലായ ഐറ്റം തന്നെയാണല്ലോ ഇറാനി ചായ. അപ്പൊ ഇറാനി ചായ ഒന്നും അല്ലെങ്കിൽ ഒരു നല്ല ചായ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ സൈഡിൽ കൂടെ എന്ത് ചെയ്ത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നേരെ പാല് വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടാ. അപ്പൊ പാല് തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബണ്ണ് ഇല്ല അത് നടുകീറി വെക്കണം കേട്ടോ. അപ്പൊ ആ ടൈമിൽ ഞാൻ നോക്കുമ്പോൾ അഷ്റഫ് വന്നേക്കണം. അപ്പൊ അവൻ പറഞ്ഞ അവൻ ചെയ്തോളാം. അപ്പൊ അവൻ അതിരുന്ന് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചായക്ക് ടീ പൗഡറും പിന്നെ പഞ്ചസാരയും ചെറിയ ഫ്ലേവറിന് 4-5 ഏലക്ക ഇടണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടാ. ചായ അങ്ങനെ സെറ്റായി. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബട്ടറും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ഇല്ലേ, അതെന്ത് ചെയ്യണം, നമ്മുടെ ബ്രെഡല്ല ബണ്ണിന്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണണ്ട. അത് ഉള്ളിൽ ഇങ്ങനെ നന്നായി തേച്ച് കൊടുക്കണം. അത് കൂടാണ് ഇത് അടച്ചതിന് ശേഷം അതിന്റെ പുറമെ ഇതുപോലെ സൈഡിലും തേച്ച് കൊടുക്കണണ്ട. അപ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. നമുക്ക് ലുക്ക് മാത്രമല്ല തിന്നുമ്പോൾ ഒരു ഇത് കിട്ടും. അപ്പോഴത്തേന് നമ്മുടെ പിള്ളേരുകൾ എത്തിയിട്ടാ. അഷ്റഫ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ പിന്നെ തൻസി വന്നു, ഷംസ് ഇന്ന് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂട്ടോ. അതിന്റെ വിഷമം മുഖത്ത് കാണാനുണ്ട്. പിന്നെ നിതീഷും വന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന ചായയും ബൺ മസ്കും കൂടി തിന്നൂട്ടാ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും പറഞ്ഞത്. ഞാൻ തന്നെ പിന്നെ എന്നെ പൊക്കി പറയാൻ പാടില്ലല്ലോ. എന്നാലും എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു പാകിസ്ഥാനി വന്നിട്ടുണ്ടായിട്ട്. അപ്പൊ അവനും കൊടുത്തു വരണം. അപ്പൊ അവ അത് കഴിച്ചിട്ട് പറഞ്ഞ അടിപൊളി ആയിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം അടിപൊളി ആയിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ കാണാട്ടാ. ഓക്കെ, ബൈ.